بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ആദരണീയരായ ഉസ്താദുമാരെ, സംഗീതമാരെ, സഹപ്രവർത്തകന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, നമ്മൾ 7 വർഷമായി ബഹുമാനപ്പെട്ടവരെ ഇങ്ങനെ അനുസ്മരിക്കുന്നു. പരിശുദ്ധ ഹജ്ജിൻ്റെ ഭൂമികയിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജ് തന്നെ അതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച് അറഫയിൽ ഹാജിമാർ സമ്മേളിച്ചിരിക്കുന്ന ഒരു വേളയിലാണ് നമ്മളിങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ മാസപ്പിറവിയുടെ ഉദയാസ്തമയങ്ങളുടെ വ്യത്യാസമനുസരിച്ച് നമുക്കിന്ന് അറഫയുടെ നാളല്ല, നാളെയാണ് അറഫയുടെ നാൾ. കാലം ഇത്രയുമായി നാം മനസ്സിലാക്കി വന്ന അതുതന്നെയാണ് സത്യവും. എക്കാലവും പണ്ഡിതന്മാർ അതിൻ്റെ ന്യായാന്യായങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സമർത്ഥിക്കാറുണ്ട്. എന്നാലും വസുവാസുകൾ സമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. ചിലർക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് അറഫയും നാളെ പെരുന്നാളും. അതൊക്കെ മൂല്യന്മാർ കൂട്ടക്കാർ തന്നെയാണ്. പക്ഷെ നമുക്കറിയാം അറഫയിൽ ഇപ്പോൾ ഹാജിമാർ സമ്മാനിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ പേരിൽ നമുക്ക് അറഫയുടെ നാളാവില്ല. അറഫയുടെ നാൾ നമ്മൾ ഹാജിമാർ അറഫയിൽ സമ്മേളിച്ച നാൾ എന്നല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അറഫയുടെ നാൾ ഹാജിമാർ അറഫയിൽ സമ്മേളിക്കേണ്ട നാളാണ്. അത് ദുൽഹിജ്ജ 9 ആ ദുൽഹിജ്ജ 9 നമ്മെ സംബന്ധിച്ച നാളാണ്. ഇന്നിപ്പോൾ ഹാജിമാരെവിടെ അള്ളാഹുവിലേക്ക് അടുത്ത് അള്ളാഹുവിൽ ലയിച്ച് ഹജ്ജിൽ ലയിച്ച് ഒന്നിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥനയിലും ദിക്റിലുമായി മാത്രം മുഴുകുന്ന സമയം. അള്ളാഹു അവരെല്ലാം കബൂലാക്കുമാറാവട്ടെ. അവരെല്ലാവരുടെയും പ്രാർത്ഥനകളിൽ നമുക്കെല്ലാവർക്കും അള്ളാഹു തആല പങ്കു നൽകുമാറാവട്ടെ. ഉടയ റബ്ബ് സ്വീകരിക്കുന്ന ഏതെല്ലാം പ്രാർത്ഥനകളുണ്ടോ ആ പ്രാർത്ഥനയിൽ പങ്കു നൽകി അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം നാളുകളിലാണ് ചില സൗകര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കിയാലും നമുക്ക് മഹാനരെ അനുസ്മരിക്കാൻ അവസരം കിട്ടുന്നു. കാരണം ഈ ഒരു സമയമാണ് ബഹുമാനപ്പെട്ടവരുടെ വേർപാടിന്, നമ്മളുമായുള്ള വേർപാടിന്, അള്ളാഹുമായുള്ള വിസ്വാലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. മഹാനർക്ക് ഏറ്റവും പറ്റിയ സമയത്ത് അള്ളാഹു തആല തിരഞ്ഞെടുത്തു. എൻ്റെ പ്രിയ സുഹൃത്ത്, എനിക്ക് വായിൽ എങ്ങനെ വരുള്ളൂ, അതങ്ങനെ തന്നെയാണിതാണ്. പ്രിയ സുഹൃത്ത് എന്നുള്ള പ്രയോഗം അക്ഷരാർത്ഥത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയുള്ള പ്രയോഗമാണ്. നമ്മളെല്ലാവർക്കും അത്തരം ബന്ധങ്ങളുണ്ടാവും. കുറഞ്ഞ ബന്ധങ്ങൾ മാത്രമേ ഈ ഉള്ളവരെ സംബന്ധിച്ച് അങ്ങനെ വിശേഷിപ്പിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പിരിച്ചക്കാരായിട്ടല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തമായി നമ്മൾ പരിശോധിച്ചാൽ മഹാനരായ അവരുടെ ഗുരുവര്യർ, അവരുടെ ശിഷ്യഗണങ്ങൾ എല്ലാവരും വലിയ ഉസ്താദ് എന്ന് വിളിക്കുന്നവർ ഇന്നും ഹയാത്തുണ്ട്. ഇതൊക്കെ കേൾക്കാൻ, ഇതൊക്കെ ആസ്വദിക്കാൻ, നമ്മൾ അവരെക്കുറിച്ച് പറയുന്ന എല്ലാ മധുഹുകളും ബഹുമാനപ്പെട്ടവരുടെ മധുരാണ്. കാരണം 2 പേരും ഒത്ത്, എല്ലാ നിലയിലുള്ള സാമ്യതകളും ഒത്ത്, എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരെ പരസ്പരം ബന്ധപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ ജീവൻ്റെ ജീവനായി ബഹുമാനപ്പെട്ട നമ്മൾ അനുസ്മരിക്കുന്ന അബ്ദുറഹീം ഉസ്താദ് കണ്ടിരുന്നത് അവരുടെ ഉസ്താദിനെ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ബന്ധമാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ വല്ലുസ്താദ് എന്ന് ശരിയായ അർത്ഥത്തിൽ തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത്. എല്ലാറ്റിലുമുണ്ട് ആ സാമ്യം. അവർ ബാക്കിയാത്തിലേക്ക് പോകുന്നത് മരുതയിൽ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ അവറുകൾ മുദരിസായി പറഞ്ഞയച്ച് ഔദ്യോഗികമായി ദർസ് ജീവിതം നടത്തി. അതിൻ്റെ ശേഷമാണ് അവർ ബാക്കിയാത്തിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി പോകുന്നത്. ഇതേ രീതിയിൽ തൻ്റെ ശിഷ്യൻ അബ്ദുറഹീം മുസ്ലിയാർ അദ്ദേഹത്തെയും ബഹുമാനപ്പെട്ടവർ കാവനൂരിൽ മുദരിസായി നിൽക്കുമ്പോൾ ആ മുദരിസിനെ സഹായിക്കുന്ന രണ്ടാം മുദരിസായി ശമ്പളം കൊടുത്ത് ഔദ്യോഗിക മുദരിസായി ഒരു കൊല്ലം നിർത്തിയ ശേഷമാണ് അവർ ബാക്കിയാത്തിലേക്ക് വിജയത്തിന് വേണ്ടി പോകുന്നത്. ഇക്കാര്യത്തിൽ വരെയുള്ള സാമ്യം അവർക്കിടയിലുണ്ട്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യ പ്രകൃതങ്ങൾ വ്യത്യാസമായിരിക്കുമല്ലോ. ആ പ്രകൃതങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട്. എങ്കിലും ഇൽമിയായ ബന്ധം അത്ര ഗാഢമായ ബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഇൽമി പിതാവായി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ടവരെയാണ്. അവർ ഈ 7 വർഷവും തൻ്റെ ശിഷ്യനെ കുറിച്ച് പ്രകീർത്തിക്കുന്നത് കേട്ടുകൊണ്ടേയിരിക്കുകയും വല്ലാത്തൊരു സന്തോഷകരമായ അനുഭവമാണല്ലോ. മാതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ ഉൾപ്പെടുക, അതേപോലെ ഉസ്താദന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഉൾപ്പെടുക, ഇതൊക്കെ ഒരു തരത്തിൽ വലിയ അനുഗ്രഹമായി ഭവിക്കും. മനസ്സറിഞ്ഞ മനം നൊന്ത അങ്ങേയറ്റത്തെ കൃപയോടുകൂടെയുള്ള പ്രാർത്ഥനകൾ ഈ ഉസ്താദുമാരിൽ നിന്നും മാതാക്കളിൽ നിന്നും അവരിൽ നിന്നും വേർപ്പെട്ട മക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവരുടെ ഉസ്താദുമാരാണ് ഇവിടെ ഇരിക്കുന്ന വയസ്സായിട്ടുള്ളവരൊക്കെ. അവരൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിയുന്നത് വരെ. ഇതൊക്കെ തന്നെയും അദ്ദേഹത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തോടുള്ള ബന്ധവുമാണ്. നമ്മളിങ്ങനെ ആലോചിച്ചാൽ ജീവിച്ച് ഓർമ്മ വെച്ചേടം മുതൽക്ക് വഫാത്താകുന്ന സെക്കൻഡ് വരേക്കും ഇൽമുമായി ബന്ധപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് അനുഗ്രഹം ചെയ്താൽ, തൗഫീഖ് നൽകിയാൽ ആ ആൾ എത്ര വലിയ ഭാഗ്യവാൻ. ഇൽമുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ മുഅല്ലിമായി ജീവിച്ചാലും ഖതീബും ഖാദിയൊക്കെയായി ജീവിച്ചാലും ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിൽപ്പ് തന്നെയാണ്. പക്ഷേ ഇതങ്ങനെയുള്ള ഒരു നിൽപ്പല്ല. ഇൽമു ഇവിടെ നിലനിൽക്കുവാൻ വേണ്ടി കൈമാറ്റം ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ള പല മഹാന്മാരുണ്ട്. അല്ലാഹു അങ്ങനെ അനുഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രിയ സുഹൃത്ത്, നമ്മൾ അനുസ്മരിക്കുന്നവർ. തന്നിൽ ശേഖരിച്ചിട്ടുള്ള ഇൽമുകൾ കൈമാറി അന്ത്യനാൾ വരെ നിലനിൽക്കാൻ വേണ്ട ഒരു പ്രക്രിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉലമാക്കന്മാരിലൂടെ ചടത്തി വരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുറഹീം മുസ്ലിയാർ അതിലൊരു കണ്ണിയാണ്. താൻ പഠിച്ചു വെച്ചത് 4 ദശകക്കാലം പ്രഗത്ഭന്മാരായ ആളുകൾക്ക് കൈമാറി, ആ പ്രഗത്ഭന്മാരിലൂടെ വീണ്ടും പ്രഗത്ഭന്മാർക്ക് കൈമാറപ്പെട്ടു. പ്രതിഭാത്വമുള്ള, കഴിവുള്ള, ശേഷിയുള്ള തീഷണന്മാരായ ആളുകൾക്ക് കൈമാറി അതങ്ങനെ ഇവിടെ നിലനിൽക്കുക. ഇത് അള്ളാഹുവിൻ്റെ ഒരു നിയതിയാണ്, അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയമാണ്. ഈ നിശ്ചയപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വരുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്ന ആളുകൾ അവരാണ് ഉലമാ എന്ന പേരിൽ അല്ലാഹു വാഴ്ത്തുന്നവർ. അവർക്ക് അതിനെ കടമുണ്ടാവുള്ളൂ. നമ്മൾ കേട്ടതുപോലെ 24 മണിക്കൂറുണ്ടെങ്കിൽ അതിൽ ജാഗ്രതാവസ്ഥ എപ്പോഴാണോ അതൊക്കെ ഇൽമിൽ തന്നെയാകുക. അങ്ങനത്തെവർക്ക് ഇനി ഉറക്കാവസ്ഥ ഉണ്ടെങ്കിൽ അപ്പം കാണുന്ന കിനാവ് അങ്ങനെയുള്ളൂ. നമ്മൾ മൂല്യന്മാർ കിനാവാണെങ്കിൽ ഇൽമിയായ കിനാവിനെ കാണാം. എവിടെയെങ്കിലും മഹലിൽ നിൽക്കുന്നതോ അവിടെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ദിവസം എടുക്കുന്നതോ ഇഷ്കാർ വയ്ക്കുന്നതോ ഇഷ്കാർ തീർക്കുന്നതോ ഒക്കെ. അപ്പോൾ ജീവിച്ച ജീവിതത്തിൻ്റെ സമയങ്ങൾ അത്രയും ഇൽമിലാവുക. നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളുടെ വളരെ കുറഞ്ഞ നേരം രാത്രിയുടെ 1/3 ഭാഗം ഉറക്കത്തിന് വേണ്ടി നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു നിശ്ചിത ജീവിത രീതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയത്.
നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന അദ്ദേഹത്തെയൊക്കെ പോലെ കുറഞ്ഞ ആയുസ്സുകൊണ്ട്, അതിലും കുറഞ്ഞ ആയുസ്സുകൊണ്ട് നിങ്ങൾക്കറിയാം 53 വയസ്സ് മാത്രമാണ് ഇമാമുന് ശാഫിഈ തങ്ങളുടെ ജീവിതം. 46 വയസ്സ് മാത്രമാണ് ഇമാമുന് നവവി തങ്ങളുടെ ജീവിതം. ഒരു 46 വയസ്സ് മാത്രം ജീവിച്ച ഇമാം നവവിയെ ലോകം എങ്ങനെ ആശ്രയിക്കുന്നു, ഇൽമിന്റെ കാര്യത്തിൽ അവരെ ലോകം എങ്ങനെ ആലംബമാക്കുന്നു, അവലംബമാക്കുന്നു. നമ്മുടെ മദ്ഹബിന്റെ ഇമാം നവവി സഞ്ചരിച്ച, ഇമാം നവവി വെട്ടിത്തെളിയിച്ച ആ മദ്ഹബിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ ഉപജ്ഞാതാവ്, അതിന്റെ ഗവേഷകൻ മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ അവർകൾ 53 വർഷക്കാലം ജീവിച്ച ആ 54 വർഷക്കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ബഹുമാനപ്പെട്ടവർ ചെയ്ത എൽമിയായ സേവനങ്ങൾ എങ്ങനെയാണ്? ഈ സേവനങ്ങളിൽ പലതും നമ്മൾ സാധാരണക്കാർക്ക് അറിയില്ല. അവരുടെ രചനകൾ ഉണ്ടെങ്കിൽ അത് മാത്രം, ശിഷ്യന്മാരുണ്ടെങ്കിൽ അത് മാത്രമാണ് ബാഹ്യമായി അറിയപ്പെടുകയുള്ളൂ. 150ഓളം ഗ്രന്ഥങ്ങൾ ഇമാമുന ശാഫിഈ തങ്ങൾ അവർ രചിച്ചത് മൗലിക രചനകളാണ്. അതിന് മുൻപാരും തൊടാത്ത വിഷയങ്ങളിലുള്ള മൗലിക രചനകൾ. മറ്റൊരാളുടെ രചനയെ ശറഹ് ചെയ്തുകൊണ്ടോ വ്യാഖ്യാനിച്ചുകൊണ്ടോ വിശദീകരിച്ചുകൊണ്ടോ അല്ലല്ലോ. അതിനുള്ള ആവതുകൾ പിന്നീടല്ലേ വരുന്നുള്ളൂ. ഇമാമുന ശാഫിഈയുടെ മറ്റൊരാളും അതിന്റെ മുൻപ് കൈവെക്കാത്ത വിഷയങ്ങളാണ് ഇമാമുന ശാഫിഈ തങ്ങളുടെ രചനയിൽ മിക്കതും. ആ രചനകൾ 10 നൂറ്റാണ്ടം ഈ ഒരു 84 വയസ്സിനടുത്ത് ബഹുമാനപ്പെട്ടവർ കാണുന്നു. അവർക്ക് അള്ളാഹു നൽകുന്ന യോഗം നിങ്ങൾ നോക്കൂ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന തന്റെ ശിഷ്യന്റെ വീട്ടിൽ ഒരിക്കൽ വിരുന്ന് വന്ന് സന്ദർശിച്ച് അന്തി ഉറങ്ങുമ്പോൾ, ആ അന്തി ഉറങ്ങുന്നതിനിടയിൽ ബഹുമാനപ്പെട്ടവർ ഗാഠമായി ഉറങ്ങിയാണ്. അന്നുറങ്ങിയത് അവരുടെ ചർച്ചകൾക്കും മറ്റെല്ലാറ്റിനു ശേഷം അവസാനത്തെ യാമത്തിലാണ്. ആ അവസാനത്തെ യാമത്തിൽ ഉറങ്ങി സുബ്ഹ് നിസ്കരിക്കാനുള്ള സമയമാകുമ്പോൾ മാത്രമാണ് ബഹുമാനപ്പെട്ടവർ ഉണരുന്നത്. എൻ്റെ പ്രിയ ശിഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവர்களാണെങ്കിലോ രാത്രിയുടെ യാമങ്ങൾ അത്രയും ഇബാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ശീലക്കാരനുമാണ്. ബഹുമാനപ്പെട്ടവർ അങ്ങനെയുണ്ട്. എന്നും ഇമാമുന ശാഫിഈ തങ്ങൾ അവർക്ക് വേണ്ടി അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന മകൻ, എപ്പോഴും ഇമാമുന ശാഫിഈ തങ്ങൾ അവരുടെ 100 നാവുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവരുടെ മകൻ, ഇത് രണ്ടും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ബാപ്പായുടെ ജീവിതവും ബാപ്പായുടെ ഗുരുവായി ബാപ്പ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങളുടെ ജീവിതവും, ആ ജീവിതം രണ്ടും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ വളരെ വലിയ വ്യത്യാസം കാണുകയാണ്. ഈ വ്യത്യാസം കണ്ടുകൊണ്ട് തന്നെ തൻ്റെ സംശയം തീർക്കാൻ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ പുത്രൻ അബ്ദുള്ള ബഹുമാനപ്പെട്ടവർ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ പ്രകീർത്തിക്കുന്ന ഇമാം അവർ ഈ രാത്രിയിൽ ഗാഠമായി ഉറങ്ങിയിട്ട് സുബ്ഹിനാണ് ഉണർന്നത്. അതേസമയം നിങ്ങൾ ഇങ്ങനെ രാത്രി മുഴുവനും വിവാദത്തിലായി മുഴുവൻ. ബഹുമാനപ്പെട്ടവരുടെ നില എന്താണ് ഈ ഗാഠമായ ഉറക്കം? ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തൽക്കാലം മൗനം കൊണ്ടു. ഇത് തെളിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുലർന്നെഴുന്നേറ്റുള്ള സംസാരം തുടങ്ങുമ്പോൾ എങ്ങനെയുണ്ട് ഉറക്കം, എങ്ങനെയുണ്ട് രാത്രി എന്ന് ബഹുമാനപ്പെട്ട ഒരു വിരുന്നുകാരനോട് ചോദിക്കുന്നു. അത് നമുക്കൊക്കെ സുന്നത്തായ രീതിയാണ്. വിരുന്നുകാർ വരുമ്പോൾ അവർക്ക് ആദ്യമായി പാലിക്കേണ്ട ചിട്ടകളും വിരുന്നുകാർ പോകുമ്പോൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കേണ്ടതുമൊക്കെ ശറഈൽ വ്യവസ്ഥയുണ്ട്. ആ വിരുന്നുകാർ അന്തി ഉറങ്ങി പോവുകയാണെങ്കിൽ അവരുടെ രാത്രിയിലെ ഉറക്കവും അവരുടെ രീതിയുമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ച് അതിനെപ്പറ്റി വിലയിരുത്തിയ ശേഷമാണ് പോകേണ്ടത്. ആ ചോദ്യം ചോദിക്കുമ്പോൾ, ഉപചാരപൂർവ്വമുള്ള ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇമാമുകൾ പറയുന്നത് വല്ലാത്ത റാഹത്തുള്ള രാത്രി, വളരെ സന്തോഷകരമായ രാത്രിയിലാണ്. ഇതുകൂടി കേട്ടപ്പോൾ അബ്ദുള്ള എന്നവർക്ക് മനസ്സാകെ ഈ ഒരു ഉറക്കുറങ്ങി ഇന്നിപ്പോൾ നീക്കാൻ കഴിഞ്ഞില്ല, ഇന്നത്തെ രാത്രി പോയി, വല്ലാതെ ബോർഡായിപ്പോയി എന്ന് പറയുന്നതാണ് മൂപ്പര് കണക്കൂട്ടിയത്. പശ്ചാത്തപിക്കുമെന്നാണ് ഈ രാത്രി ഗാഠമായി ഉറങ്ങിയത്. ബഹുമാനപ്പെട്ട ഇമാമോറുകൾ പറയുന്നത് ഇത് വല്ലാത്തൊരു രാത്രി, ഇതുപോലത്തെ ഒരു രാത്രി നമുക്കുണ്ടായിട്ടില്ല, അങ്ങനത്തെ രാത്രി. ആ രാത്രിയുടെ സന്തോഷം ബഹുമാനപ്പെട്ടവർ വിവരിച്ചത് ഇന്നത്തെ ഈ ഒരൊറ്റ രാത്രിയിൽ 100 മുശ്കിലത്തുകൾ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങൾ അവർക്ക് പ്രശ്നമായി ഭവിച്ചിട്ടുള്ള മസലകൾ അതാണ് നമ്മൾ കാണേണ്ടത്. നമ്മളെ ഇഷ്കാരൊന്നുമല്ല. ഇമാമുന ശാഫിഈ തങ്ങൾ അവർക്ക് മുശ്കിലത്തായ 100 മസലകൾ ഈ ഒരു ഉറക്കിൽ ഹല്ല് ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞു.
അത് വല്ലാത്തൊരു രാത്രിയായി, വല്ലാത്തൊരു അനുഭവമായി എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ശാഫിഈ തങ്ങൾ അവர்கள் വിവരിക്കുമ്പോൾ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മകനോട് പറഞ്ഞു, കേട്ടില്ലേ മോനെ, ഇതാണ് ഇമാമുൽ ശാഫിഈ. ഇമാമുൽ ശാഫിഈ തങ്ങൾ അവർക്ക് ഉലമാക്കൾക്ക് ദീനിന് സൂര്യനാണ്. ഈ സൂര്യന്റെ രാത്രി അവരുടെ ഉറക്കം, ആ ഉറക്കം മതിയാകമായിരുന്നു ലോകത്തുള്ളവർക്കുള്ള അമലായി എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവർ പറയുന്നത് ഇമാമുൽ ശാഫിഈ തങ്ങളുടെ ഉറക്കത്തിലെ ഇൽമി സേവനമാണ് ഈ കാണുന്നത്. നോക്കിങ്ങള് ഉലമാക്കന്മാർ പതിവായി ജാഗ്രതാവസ്ഥയിൽ എന്താണോ സേവനമെങ്കിൽ ആ സേവനം തന്നെയാണ് അല്ലാഹു തആല ഉറങ്ങുമ്പോഴുള്ള സേവനമായി പരിഗണിക്കുക. ശുദ്ധിയായത് ദിക്റോടുകൂടെ ഒരാൾ കിടന്നുറങ്ങിയാൽ ആ ദിക്റോടുകൂടെ കിടന്നുറങ്ങുന്ന ആൾക്ക് ആ രാത്രിയുടെ ഉറക്കം മുഴുവനും അല്ലാഹു തആല ഈ ദിക്റിന്റെ പ്രാധാന്യം എന്താണോ ആ പ്രാധാന്യത്തിൽ രേഖപ്പെടുത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഓർക്കേണ്ട പാഠമാണിത്. ജാഗ്രതാവസ്ഥയിലാണ് നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്ലീഫ് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരോടും തക്ലീഫ് ചെയ്തിട്ടുള്ളതും ഓരോരുത്തരോടും തേടിക്കൊണ്ടിരിക്കുന്നതും അവരവർക്ക് നൽകപ്പെട്ട അല്ലാഹു തആല നൽകുന്ന സിദ്ധികളിൽ നിന്നും കഴിവുകളിൽ നിന്നും അല്ലാഹു നൽകുന്നതിൽ നിന്നും അവർ വ്യയം ചെയ്യാനാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നാം നൽകുന്നത് എന്താണോ ആ നിഅമത്തുകളിൽ നിന്ന് വ്യയം ചെയ്യുക. ഇതാണ് അല്ലാഹു പ്രകീർത്തിക്കുന്നതും സ്തുതിക്കുന്നതുമായൊരു വാക്യം. സാക്ഷാൽ മുഫ്ലിഹീങ്ങളായ മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പ്രകീർത്തിക്കുന്ന വാക്യമാണല്ലോ ഇത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതെങ്കിൽ അതിൽ നിന്ന് വ്യയം ചെയ്യാം. അതിൽ നിന്ന് വ്യയം ചെയ്യാൻ ധനം നൽകിയവന് ധനം വ്യയം ചെയ്യണം, ഇൽമ് നൽകിയവന് ഇൽമ് വ്യയം ചെയ്യണം. മറ്റു ശേഷി, ശാരീരിക ശേഷി നൽകിയവർ അവരുടെ ശേഷി കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന സഹായങ്ങൾ വ്യയം ചെയ്യണം. ശുപാർശ ചെയ്തുകൊണ്ട് ഒരാൾക്ക് വല്ലതും നേടിക്കൊടുക്കാൻ വല്ല സ്വാധീന ശക്തിയും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും ചെയ്തുകൊണ്ട് അയാൾ അവരെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതരന്മാരെ സേവിക്കുക എന്നത് അള്ളാഹു ഏതെങ്കിലും ഒന്ന് നൽകിയിട്ടുള്ളവർക്കൊക്കെ കടമയാണ്. ഇൽമ് നൽകിക്കൊണ്ടവർക്ക് കടമ, ഇൽമും വേദവും വേദവിവരവും നൽകിയിട്ടുള്ളവർക്കുള്ള കടമ അള്ളാഹു ഒരുക്കുന്നുണ്ട്. ലതുബയ്യിനുന്നഹു ലിന്നാസ്, മാനവകുലത്തിനിക്ക് നിങ്ങൾ ഇത് വെളിപ്പെടുത്തി ആവശ്യമുള്ള സമയത്ത് വിവരിച്ചു നൽകുക തന്നെ വേണം. ഇത് ചെയ്യാതെ പറ്റില്ല. കണിശമായി അള്ളാഹുവിന്റെ കരാറാണ്. നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചുകൊണ്ട് കരാർ ചെയ്യില്ല. അത് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരോടുമായിട്ടുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് വഹയിലൂടെ സംസാരിക്കുന്നതും വഹി ഇറക്കിക്കൊണ്ട് സന്ദേശം നൽകുന്നതും. നമുക്കൊന്നും അങ്ങനെ കിട്ടൂല്ലോ. നമുക്ക് ഇത് തന്നെയാണ് കരാറ്. അള്ളാഹുവിന്റെ വേദത്തിൽ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ള കരാർ തന്നെയാണിത്. വേദം നൽകപ്പെട്ടവർക്ക്, ഇൽമ് നൽകപ്പെട്ടവർക്ക് അത് ജനങ്ങൾ ആർക്കാണോ നൽകേണ്ടതെങ്കിൽ അവർക്ക് നൽകണം. ഇത് വിവരിക്കണമെന്ന്. ഇതാണ് ഉലമാഇന്റെ കടപ്പാട്. ഇൽമ് നൽകപ്പെട്ടത് മാത്രമല്ല നമ്മുടെ പ്രിയ സുഹൃത്തിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇൽമിനോടൊപ്പം സംസാര ചാതുര്യം, ഒരു പ്രത്യേകമായ ആജ്ഞാശക്തി. ആരോടും എന്ത് പറഞ്ഞാലും അത് അവർ കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കബൂലിയത്ത് അദ്ദേഹത്തിനുണ്ട്. അത് സുഹൃത്തുക്കളോട് പറഞ്ഞാൽ സുഹൃത്തുക്കൾ കേൾക്കും, ഉസ്താദ്മാരോട് പറഞ്ഞാൽ ഉസ്താദ്മാർ കേൾക്കും, മറ്റവരോട് പറഞ്ഞാൽ മറ്റവർ കേൾക്കും. കാരണം ശുദ്ധ മനസ്സിൽ നിന്ന്, നിഷ്കളങ്ക മനസ്സിൽ നിന്നേ അദ്ദേഹം പറയൂ എന്ന് എല്ലാവർക്കും അറിയാം. നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് വരുന്നത് സ്വീകരിക്കാതിരിക്കാൻ ഒരാൾക്കും പറ്റില്ല. അതിനാർക്കും അല്ലാഹു തആല ഒഴിവ് നൽകിയിട്ടില്ല. ആരും അത് സ്വീകരിക്കും. തൽക്കാലം ചില വാശികൾക്ക്, ചില ദുര്യോഗ്യവാന്മാർക്ക് ചിലതൊന്നും സ്വീകരിക്കാൻ കഴിയാതെ വന്നേക്കാം. പക്ഷേ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ അദ്ദേഹം ആവശ്യങ്ങൾ ഉന്നയിക്കൂ, പറയൂ. അത്തരം കാര്യങ്ങളെ പറയൂ. ഗുണകാംക്ഷ അതിൽ പ്രകടമായിരിക്കും. ഗുണകാംക്ഷ പ്രകടമാകുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോ ഉപദേശങ്ങളോ കേൾക്കാതിരിക്കാൻ സുഹൃത്തുക്കൾക്ക് കഴിയില്ല, ശിഷ്യന്മാർക്ക് കഴിയില്ല, ഉസ്താദന്മാർക്ക് കഴിയില്ല, നാട്ടുകാർക്ക് കഴിയില്ല, സാധാരണഗതിയിലുള്ള നിഷ്കളങ്കന്മാർക്ക്, സ്വതന്ത്രന്മാർക്കൊന്നും കഴിയില്ല. പിന്നെ കളങ്കം തന്നെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവർ അവരെ വിമർശിക്കുമ്പോഴോ അവർക്ക് ഹിതകരമല്ലാത്തതോ പറയുമ്പോൾ കേട്ടില്ലെന്ന് വന്നേക്കാം. ബഹുമാനപ്പെട്ടവരുടെ രീതി അതാണ്. ആ രീതി പ്രകാരമുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എല്ലാ അല്ലാഹു തആല നൽകിയതും അദ്ദേഹം വേണ്ടുവോളം ചെലവഴിച്ചു. ശുപാർശ ചെയ്യേണ്ടടുത്ത് ശുപാർശ ചെയ്തു, ഗൗരവത്തിൽ പറയേണ്ടടുത്ത് ഗൗരവത്തിൽ പറഞ്ഞു, എല്ലാം ചെയ്യേണ്ടടുത്ത് തൻ്റെതായ രീതിയിൽ ചെയ്തു. പലപ്പോഴും അതിൽ വിയോജിപ്പുകളുണ്ടാകും. ഗവേഷണപരമായിട്ടുള്ള നിലപാടുകളിലൊക്കെ എല്ലാവർക്കും വിയോജിപ്പുണ്ടാവും. അത് എന്തുണ്ടാവുമല്ലോ. മൂപ്പര് മഹല്ലിൽ ആ പറഞ്ഞ കാര്യം ആ സമയത്ത് പറയേണ്ടെന്ന് എനിക്ക് തോന്നിയേക്കാം. ആ പറയേണ്ട സമയത്ത് പറയേണ്ടിയിരുന്നില്ല.
അങ്ങനെ ഒന്ന് പോരേണ്ടിയിരുന്നില്ല, ഈ ഒരു വിഷയത്തിന് മയങ്ങേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നാം. അത് സ്വാഭാവികമാണ്. പക്ഷേ അദ്ദേഹത്തിന് സത്യമായും അദ്ദേഹത്തിന് നീതിയായും അപ്പോഴത്തെ ധർമ്മമായും തോന്നിയതേ അദ്ദേഹം പറയൂ. അതാ നിഷ്കളങ്കതയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നിഷ്കളങ്കമായി താൻ പെരുമാറേണ്ടത് അദ്ദേഹം കടമ ഓർത്തുകൊണ്ട് തന്നെ പെരുമാറി. ഈ കടമ ഓർത്തുകൊണ്ട് പെരുമാറുന്നതാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകിയ ശേഷി എന്താണോ ആ ശേഷി അദ്ദേഹം നൽകി. പ്രസംഗിച്ചുകൊണ്ട് ലോകം മുഴുക്ക നടക്കാൻ അദ്ദേഹത്തിന് അല്ലാഹു തആല അവസരം നൽകിയിട്ടില്ല. പറയാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല, അദ്ദേഹത്തിന് അതിന് പഠിച്ചതല്ല. കാരണം അദ്ദേഹത്തിന് ഇഷ്ടവും അദ്ദേഹത്തിന്റെ ധർമ്മവും ദർസ് നടത്തലാണ്. അത് തന്നെയാണ് മൂപ്പര് ഇഷ്ടം. എഴുതാൻ മൂപ്പരെ പഠിച്ചിട്ടില്ല, മൂപ്പരങ്ങനെ എഴുതാറുമില്ല. ഉള്ളതിലാണ് മൂപ്പര് പ്രവേശിക്കുന്നത്. മൂപ്പര് ദർസ് നടത്താനാണ്. ആ ദർസ് നടത്താനുള്ളത് ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുവോളം മനസ്സിലാക്കി കൊടുക്കാൻ, അവരുടെ ശേഷിക്കനുസരിച്ച് മനസ്സിലാക്കി കൊടുക്കാനും, ശേഷി ഇല്ലാത്തവർക്ക് അങ്ങനെ നിൽക്ക് മനസ്സിലാക്കാനും കഴിയും. ശേഷിയില്ലാത്തവർക്ക് അങ്ങനെ മനസ്സിലാക്കണ്ടല്ലോ. ശേഷിയില്ലാത്തവർ എന്തിനാ ഉസ്താദന്മാരൊപ്പം നിൽക്കണമെന്ന് വെച്ചാൽ അവരുടെ വിഷയങ്ങൾ വരുമ്പോൾ ഈ ഉസ്താദന്മാരെ അവലംബിച്ചുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനാണ് ശേഷിയില്ലാത്തവർ ഉസ്താദന്മാരൊപ്പം നിൽക്കുന്നത്. അവിടെ മൂപ്പർ അങ്ങനെ തന്നെ നിൽക്കും. അവരുടെ ഏത് പ്രശ്നങ്ങൾക്കും അവരുടെ ഏത് സംഗതികൾക്കും ആലംബമായി നിൽക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ മൂപ്പർ നിൽക്കും. ശേഷിയുള്ളവർക്ക് അവരുടെ ഗാഹ്യശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ട രീതിയിൽ അതേതൊക്കെ വഴിക്ക് താൻ മനസ്സിലാക്കിയിട്ടുള്ളതുണ്ടോ അതൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സർഗശേഷിയും അതിന് പറ്റുന്ന തരത്തിലുള്ള എല്ലാം അല്ലാഹു തആല അവർക്ക് നൽകിയിരിക്കുന്നു. പക്ഷെ നൽകിയതെല്ലാം ദർസ് നടത്തുന്നതിനും അതുപോലെ ജനങ്ങളിൽ തൻ്റെതായി അല്ലാഹു തആല നൽകിയിട്ടുള്ള സിദ്ധികൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ട രീതിയിലാണ് അല്ലാഹു തആല നൽകിയത്. ആ നൽകിയത് അതിൻ്റെ ഹക്ക് പോലെ അവസാനം വരെ നിറവേറ്റാൻ ബഹുമാനപ്പെട്ടവർ ശുഷ്കാന്തി കാണിച്ചു. ഇതിനാണ് സ്വാലിഹ്. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിൻ്റെ ഹക്കും അടിയങ്ങളുടെ ഹക്കും ശരിക്കും പാലിക്കുക. അങ്ങനെ പാലിക്കുന്നവരാണ് സ്വാലിഹ്. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരെ വരെ അല്ലാഹു തആല സ്വാലിഹ് എന്നാ പറയുന്നത്. ഒക്കാന പിന്നെ സ്വാലിഹ്യങ്ങളിൽപ്പെട്ടവരാണ്. നമ്മൾ വിചാരിക്കണേ അമ്പിയാക്കന്മാർ കഴിച്ചു ബാക്കിയുള്ളവർ സ്വാലിഹ്യങ്ങൾ എന്നല്ല. കഴിച്ചു ബാക്കിയുള്ളവർക്ക് പറയാനുള്ളതല്ലേ സ്വാലിഹ്. എല്ലാവരും കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ളൊരു പദമായി അല്ലാഹു തആല ഉപയോഗിക്കുന്ന വാക്കാണ് സ്വാലിഹ്. തോഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണമെന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത്. സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കുക, കടമകൾ നിറവേറ്റിക്കൊണ്ട് ആ കടമകൾ നിറവേറ്റി സായുജ്യമടഞ്ഞ് അല്ലാഹുവിന് മിസാലായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ചേർക്കാൻ ഒരു വല്ലാത്ത ആലങ്കാരികമായ പ്രാർത്ഥനയാണ്. തന്നെ സ്വാലിഹാക്കാനല്ല. ഇങ്ങനെ എല്ലാ അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളാണെന്നാണ് അല്ലാഹു അവരുടെ മദ്ഹായി അവസാനിപ്പിക്കുന്ന മദ്ഹ്. സ്വാലിഹീങ്ങളിൽ പെട്ടു. അപ്പൊ ആ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമ്പിയാക്കന്മാര് അവരുടെ ഹക്കനുസരിച്ച് പെരുമാറിയവരാണ്. ആലിമീങ്ങൾ അവരുടെ ഹക്കനുസരിച്ച് പെരുമാറേണ്ടവരാണ്. സാധാരണക്കാർ ഓരോരുത്തരും ഏത് മേഖലയിലാണോ അല്ലാഹു അവർക്ക് നൽകുന്നതെങ്കിൽ ആ നൽകുന്നതിന്റെ കാര്യത്തിൽ അവരവരുടെ ഹക്കനുസരിച്ച് പെരുമാറേണ്ടവരാണ്. ഇങ്ങനെ പെരുമാറുന്നവരാണ് സ്വാലിഹ്. സംസാരശേഷിയുള്ളവരും എഴുതാൻ ശേഷിയുള്ളവരും അങ്ങനെ പെരുമാറണം. ദർസ് നടത്താൻ മാത്രം ശേഷിയുള്ളവർ അതിൽ ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് അതിൽ മുഴുകണം. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചത്. എൻ്റെ സമയം മുഴുക്കെ ഇൽമിലായി ജീവിക്കാൻ, മറ്റേത് സേവനമാണോ തനിക്ക് കഴിയുന്നതെങ്കിൽ ആ സേവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ സമയോചിതമായി സന്ദർഭോചിതമായി ബഹുമാനപ്പെട്ടവർ നടത്തി. ആ നടത്തിയത് തന്നെയാണ് അവരെ ഇത്ര നമ്മളെല്ലാവർക്കും പ്രിയങ്കരനാക്കിയത്. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് മദ്ഹ് ചെയ്ത് പറയാനല്ലേ നമുക്ക് മരിച്ചാൽ പറ്റുള്ളൂ. അത് നമ്മളോടതേ പറ്റുള്ളൂ, കേടൊന്നും പറയാൻ പറ്റൂല. ആ നിലക്കുള്ള ഒരു സംസാരമല്ല ഇവിടെ സംസാരിക്കുന്നവരൊന്നും സംസാരിക്കുന്നത്. ഞാൻ തീർച്ചയായും അങ്ങനെയല്ല. എനിക്ക് കുറ്റം പറയണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അത് പറയാൻ പറ്റും. അതിൻ്റെ രീതി അതാണ്. കുറ്റം പറയേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ ആ കുറ്റം ഞാൻ പറയേണ്ട ആൾ പറ്റും. അത് മരിച്ചാലും പറയും. നന്മ എനിക്ക് തന്നെ പറയാൻ പറ്റുമോ കുറ്റം? അത് വേറെ തരികയാണ്. അപ്പൊ ഞാൻ എൻ്റെ ആത്മാർത്ഥമായ രീതിയിൽ മനസ്സറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളിലോ സേവനങ്ങളിലോ ഒരു കാപട്യം ഒട്ടും കാണാതെ കൃത്യമായ അളവിൽ അദ്ദേഹം മനസ്സിലാക്കിയ സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹം ജീവിച്ചു. ഇതൊരു വല്ലാത്ത ഭാഗ്യമാണ്. വിശ്രമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് കൊണ്ടുപോയി. നമുക്കിടയിൽ വിശ്രമിക്കേണ്ട, മക്കൾക്കിടയിൽ വിശ്രമിക്കേണ്ട,
ഭാര്യയ്ക്കിടയിൽ വിശ്രമിക്കേണ്ട, കുടുംബത്തിനിടയിൽ വിശ്രമിക്കേണ്ട, ശിഷ്യന്മാർക്ക് ഭാരമായി വിശ്രമിക്കേണ്ട, സുഖകരമായി പോയി കണ്ടു പൂതി തീരാതെ, കേട്ട് പൂതി തീരാതെ, ബന്ധപ്പെട്ട് പൂതി തീരാതെ, എല്ലാവർക്കും ഇഷ്ടം പോലെ ഇനിയും കുറെ കാലം നിൽക്കണമെന്നുള്ള അതേ രീതിയിൽ തോന്നുമ്പോൾ ആ രീതിയിലായിട്ടാണ് അള്ളാഹു കൊണ്ടുപോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് വൈകിയാണ്. ഞാൻ എൻ്റെ മുമ്പ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഒരുപാട് കാലം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. അവസാനം അവർ അനിവാര്യമായ സമയമാണ്, ഇനി ഞാൻ വരാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് വരുന്നത് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അങ്ങനെ വന്നിട്ട് ഏതാണ്ട് ഒരു കൊല്ലത്തിൽ ചില്ലാനം കാലം മാത്രമേ ആയുള്ളൂ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നല്ല സുഹൃത്ത്, ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഊർജ്ജസ്വലതയുള്ള ഒരു സുഹൃത്തിനെ കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുന്ന ആ സന്തോഷം മടുപ്പാകാൻ നിൽക്കുന്നില്ല, ഒന്നിനാകുന്നില്ല, പൂതി തീരാതിരിക്കുമ്പോഴാണ് ഓർത്തത്. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ മേഖലയിൽ പൂതി തീരാതെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഓർത്തത്. ഇത് അദ്ദേഹത്തിൻ്റെ നന്മയിൽ, അദ്ദേഹത്തിന് അള്ളാഹു താല വെച്ചിട്ടുള്ള നന്മ, അള്ളാഹുവിങ്കലുള്ളതിലേക്ക് അള്ളാഹു കൊണ്ടുപോകുന്നതാണല്ലോ. അതിർത്ത് ഒരുപാട് ആളുകളുടെ വേർപാടിൻ്റെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാകാം, അദ്ദേഹം എപ്പോഴും മനസ്സുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാവർക്കും ഒന്നും എല്ലാവരെയും സഹിക്കാൻ കഴിയില്ലല്ലോ. അപ്പം മറ്റുള്ളവർക്ക് ആർക്കും വിഷമം വരാത്ത രീതിയിൽ തൻ്റെ ജീവിതമൊന്ന് കഴിഞ്ഞു പോകണമെന്ന് മോഹിച്ച ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ മോഹമോ അദ്ദേഹത്തിനുള്ളതിൻ്റെ സാഫല്യം കൂടിയാവാം അദ്ദേഹത്തെ അള്ളാഹു തആല നേരത്തെ നമ്മളാഗ്രഹിക്കാത്ത ഒരു സമയത്ത് കൊണ്ടുപോയി. അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ കൂടി ഉയർത്തുമാറാവട്ടെ, ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അദ്ദേഹം ചെയ്ത സേവനങ്ങളും ഹിദമകളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുകയും ഉയർന്ന പദവികൾ നൽകുകയും ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ നമ്മൾ വർഷാന്തം ഈ ശിഷ്യന്മാർ ചെയ്യുന്നതൊക്കെയും അദ്ദേഹത്തിൻ്റെ ഹസനത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, അന്നദാനമായിട്ടും ഒത്തുകൂടലായിട്ടും പ്രകീർത്തനങ്ങളായിട്ടും മറ്റെന്തായിട്ടും നമ്മളിവിടെ നടത്തുന്നതൊക്കെ നന്മയാണ്. ഈ നല്ല 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 കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അത്രയും പുണ്യമാണ്. നമ്മൾ ചെലവഴിക്കുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ ചെലവഴിക്കുന്നതാണ്, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നതാണ്. അദ്ദേഹത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ചെലവുകളെല്ലാം അദ്ദേഹം ചെലവഴിക്കുന്നതായി രേഖപ്പെടുത്തും. ഇതാണ് അള്ളാഹുവിൻ്റെ നിയതി. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന സദക്ക അദ്ദേഹം ചെയ്ത സദക്കയായി ഇദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ ഔദാര്യമല്ലേ. മരണപ്പെട്ട ശേഷം അവർക്ക് വേണ്ടി നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുവെന്നത്, ആരൊരാൾ അവരെ ഓർത്തുകൊണ്ടുവരും നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരാൾ ചെയ്ത നന്മയായി തന്നെ അല്ലാഹു തആല രേഖപ്പെടുത്തുക എന്നത് നമ്മുടെ ഒരു മഹാഭാഗ്യമാണ്. നമ്മുടെ ഉമ്മാക്ക് വേണ്ടി, നമ്മുടെ ബാപ്പാക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പൂതി തീരാതെ പോയ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പൂതി തീരോളം ചെയ്യാം നന്മകൾ. ഈ നന്മകൾ പ്രാർത്ഥനയാം, സദക്കയാം. അതിന് ഏറ്റവും ശ്രേഷ്ഠം സദക്കയാണ്. സദക്കയായി ചെലവഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതിൽപ്പെട്ടതാണല്ലോ നിങ്ങൾ ശിഷ്യന്മാർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്നാണ് ഇതിൻ്റെ കൂട്ടായ്മ ഇതൊക്കെ ഒരുക്കാറുള്ളതും ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും വല്ലതും വന്നാൽ നിങ്ങൾ ഒരുമയോടുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഉസ്താദിനോടുള്ള വിരുഷം കൊണ്ട് ഉസ്താദിന് വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ ആയിരിക്കട്ടെ. അങ്ങനെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് നേട്ടമാണ്. നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ ചെയ്യുന്ന സദക്കയേക്കാൾ പുണ്യമാണ് നിങ്ങളുടെ ഗുരുവിൻ്റെ പുണ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സദക്ക. കാരണം ഗുരുവിൻ്റെ പ്രസാദവും സന്തോഷവും കൂടി നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് ഒരു മഹത്തായ സൗഭാഗ്യമാണ്. ആ നിലയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന ഈ സേവനങ്ങൾ ബഹുമാനപ്പെട്ടവർക്കുള്ള ഹസനാത്തുകളാണ്. മരണപ്പെട്ടതിന് ശേഷവും ഹസനാത്തുകൾ ഇങ്ങനെ വർദ്ധിച്ചു കിട്ടുന്നത് ഇൽമിൽ മുഴുകിയിട്ടുള്ള ആലിമീങ്ങൾക്കും മാത്രം അല്ലാഹു നൽകുന്ന ഒരു മഹാഭാഗ്യമാണ്. അല്ലാത്തവർക്ക് വളരെ കുറവാണ്. വല്ലതും സഹായിച്ചിട്ട്, ധനം കൊണ്ട് സഹായിച്ചിട്ട് ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ആ ആള് മരിക്കോളം അയാൾ നന്ദിയോടുകൂടെ ഓർക്കുന്നില്ല. അല്ലാതെ അയാൾ സഹായിച്ചിരുന്നു പറയാനായിട്ട് ഇങ്ങനെ യോഗം വെച്ചുകൊണ്ട് പ്രസംഗിച്ച് ആരെങ്കിലും അത് കേൾക്കാൻ നിൽക്കും. ഇത് കേൾക്കാൻ പോലെ ഇന്നെ പെരുത്ത് സഹായിച്ചിരുന്നു, ഇന്നെ പെരുത്താക്കിയാണ്. പിന്നെ വേറൊരാൾ വന്ന് ഇന്നെ പെരുത്ത് സഹായിച്ചിരുന്നു, ഇന്നങ്ങനെ ആക്കിയാന്ന് പറഞ്ഞാൽ ഇത് കേൾക്കാൻ നമ്മളെ കിട്ടൂല, ആരും കിട്ടൂല. ആലിമീങ്ങളെ, അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ, ഇവരെ മാത്രമാണ് നമ്മളിങ്ങനെ അനുസ്മരിക്കുന്നുള്ളൂ. അതിനെ അനുസ്മരണം കേൾക്കാൻ ആരും കിട്ടുന്നുള്ളൂ. ഇത് വല്ലാത്തൊരു സൗഭാഗ്യമല്ലേ? ഈ സൗഭാഗ്യം അദ്ദേഹത്തിൻ്റെ ശിഷ്യ തലമുറ നിലനിൽക്കുവോളം ലഭിക്കണം.
ശിഷ്യ തലമുറയുടെ അവസാനമില്ലല്ലോ. ശിഷ്യ തലമുറ അവർക്ക് ശിഷ്യന്മാർക്ക് വാക്ക് കൊടുത്ത് അവരവരുടെ ഉസ്താദുമാരെ പ്രകീർത്തിച്ചുകൊണ്ടും അവരവരുടെ ഉസ്താദുമാരെ പരിചയപ്പെടുത്തിക്കൊണ്ടുമാണ് ഇത് സിൽസില നീങ്ങുന്നത്. ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും നമ്മുടെ മഹാഗുരുവര്യന്മാരുടെ പരമ്പരയിലുള്ള മഹത്തുക്കൾ അറിയുമായിരുന്നു. ഇപ്പോഴും നമ്മളത് അന്വേഷിക്കാനുള്ള ഓരോരുത്തരും ആരൊക്കെയാണ് നമ്മളെ പരമ്പര. റസൂലുള്ള വരെ നമുക്ക് പരമ്പര കിട്ടണമെന്ന് ഒരന്വേഷകരായ ആൾക്ക്, എൽമിൻ്റെ ആൾക്ക് എല്ലപ്പോഴും തോന്നുമല്ലോ ഈ ഒരു സ്ഥലത്ത് കിട്ടാം. അല്ലാണ്ട് റസൂല് വരെ നമ്മളെ പരമ്പര ആരാണ് കിട്ടാൻ? അത് എൽമിൻ്റെ ഒരു ബർക്കത്താണ്. ആ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹിച്ച ബർക്കത്ത് നിങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കണം. അദ്ദേഹത്തിന് വേണ്ടിയുള്ള നന്മകൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കടമ മനസ്സിലാക്കി ആ കടമ ഉത്തരവാദിത്വപൂർവ്വം നിർവഹിച്ചു എന്നത് തന്നെ. അതിലടക്കം ബാക്കിയല്ലോ എല്ലാ നിലയ്ക്കും അദ്ദേഹത്തിന് അല്ലാഹു എന്താണോ നൽകിയത് ആ നൽകിയത് അത് സ്ഫുടമായ മനസ്സുകൊണ്ട് നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് ലെവലേശം കാപ്പട്ടും തീണ്ടാതെ ബഹുമാനപ്പെട്ടവർ ക്ലിയർ ആയിക്കൊണ്ട് ചെയ്തു. എല്ലാം ക്ലിയർ ആയിക്കൊണ്ട് ചെയ്തു. ഇനി സ്വന്തം വിഭാഗത്തുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. മറ്റുള്ളതൊക്കെ നോക്കുന്ന ആൾക്കാർ സ്വന്തം വിഭാഗത്തിന്റെ കാര്യത്തിൽ നിസ്കാരവും റവാത്തിബൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കലൊക്കെ സാധാരണ ഉണ്ടാവും. മൂല്യന്മാരിൽ അങ്ങനെ അത് കണ്ടു എല്ലാവരും നമ്മൾ ഇതാക്കണ്ട. ആ റവാത്ത് നിസ്കരിക്കണേൽ ആ ദിവസത്തിനേക്കാളും ചിലപ്പോൾ പുണ്യം നമ്മൾ മസാല പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഓരോരുത്തരെ കണ്ട് നമ്മൾ ആക്കണ്ട. പക്ഷെ എന്നാലുണ്ട് മുദരിസുമാർക്ക് ആ നാടിനോടും ആ നാട്ടുകാരോടും ഒരു പ്രത്യേകമായ ബന്ധം. അവർക്കിടയിൽ നൽകേണ്ട ചില സന്ദേശങ്ങൾ നൽകാനുണ്ട്. ആ സന്ദേശങ്ങൾ പ്രകാരം മൂപ്പര് നിന്ന ദർസിന്റെ സ്ഥലമൊക്കെ ഇന്ത്യന്ന് മാതിരി കോളേജാണെന്ന് വെച്ചാൽ പിന്നെ സുഖ നാട്ടുകാർ നോക്കാനോ നാട്ടുകാർ തെറ്റുപിടിച്ചാനോ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രത്യേക സന്ദേശം നൽകാനൊന്നുമില്ല. നമ്മളെ ഇഷ്ടത്തിന് ഏതാ പുണ്യം നോക്കിയിട്ട് നമുക്കാണ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്തെങ്കിലും ലേശം ദർശനത്തി അല്ലെങ്കിൽ നിസ്കരിച്ചു പറഞ്ഞു നിസ്കരിച്ചു ഇങ്ങനെ ലേശം എഴുതാൻ പോകാണ്ട് ഇന്നൊരു ലേശം വേറെന്തെങ്കിലും പോകാണ്ട് ഇതിന് പോയാലും ഒരു പ്രശ്നമല്ല. കാരണം ഏതാണ് ആ സമയത്ത് പുണ്യം നോക്കിയിട്ട് നമുക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് ബോധിക്കാൻ നമുക്ക് പറ്റും. ആരും പോകാൻ നോക്കണ്ട. മൂപ്പര് നോക്കും പള്ളിയിലാണ് മഹല്ലുകളിലും പള്ളിയിലും നിന്നാൽ ഈ മൂലയിൽ സുന്നത്ത് സ്കരിച്ചില്ലാന്ന് പറഞ്ഞാൽ ആകെ ശരിയോ. അവിടെ മൂപ്പര് വിജയ ആ സുന്നത്ത് ക്ലിയറായ കാര്യങ്ങളും നോമ്പിൻ്റെ സുന്നത്തായാലും സുന്നത്ത് നോമ്പുകളായാലും മറ്റെന്തായാലും ഒക്കെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ ചെയ്യേണ്ടതും സാധാരണഗതിയിൽ ഒരു പഠിച്ച ആൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ അദ്ദേഹം പരിശ്രമിച്ചു. ഇങ്ങനെ നന്മയിൽ മാത്രം തനിക്ക് ലഭിച്ച ആയുഷ്കാലം മുഴുക്കെയും അള്ളാഹുവിന് വേണ്ടി ജീവിച്ച ഒരാളുടെ അവസാനത്തെ നാളും അവസാനത്തെ സെക്കൻഡും അദ്ദേഹം ജീവിച്ച ആയുഷ്കാല ജീവിതത്തിന്റെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ ദിനമായിട്ടുണ്ടാകും എന്ന് നമ്മൾ ആശിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷ പുലർത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെതായ നന്മകൾ അല്ലാഹു തആല എല്ലാം കബൂലാക്കുമാറാവട്ടെ. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം എൽമി രംഗത്ത് ആവശ്യമുള്ള ഒരാളാണെന്ന ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ പരക്കുക. ഇതാണ് അള്ളാഹു ഇതിനു വേണ്ടി നിയോഗിച്ച ആളുകൾക്കുള്ള ഒരു ലക്ഷണം. പഠിക്കുന്ന ദർസുകാലത്ത് തന്നെ അദ്ദേഹം ഇത് പഠിപ്പിക്കാനും കൂടി വേണ്ടിയിട്ട് മടക്കപ്പെട്ട ഒരാളാണെന്ന് ബോധ്യപ്പെടും. അങ്ങനെ ദർസിൽ മാത്രം അത് സാധിക്കാം. വേറെ സ്ഥാപനങ്ങളൊന്നും സ്ഥാപിക്കില്ല. നമ്മൾ പകരം കണ്ടെത്തിയ സ്ഥാപനങ്ങളൊന്നും സാധിക്കില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുക്കൽ മൂപ്പര് പഠിക്കുമ്പോൾ ഒരാറേഴ് സബുക്കുകളെങ്കിലും അദ്ദേഹം പഠിക്കുന്ന സബുക്കുകൾ ഓതുന്നതിനൊപ്പം നടത്തിക്കൊണ്ടാണ്. എനിക്കത് നല്ലപോലെ അറിയാം. അദ്ദേഹം ദിവസം നടത്തുന്ന സ്ഥലത്ത് നടത്തുമ്പോൾ ഒരാറേഴ് സബുക്കുകളെങ്കിലും ഉസ്താദിന് വേണ്ടപ്പെട്ടത് നടത്തേണ്ടത് ബാധ്യതപ്പെട്ടത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്ത് അദ്ദേഹം ദിവസം നടത്തും. ഇതെല്ലായിടത്തും കേൾക്കുക. ഇങ്ങനെയാണ് ഇയാളെ കേൾക്കുക. അത് കേൾക്കുമ്പോഴാണ് ഇയാൾ പിന്നെ ബാക്കിയാത്ത് പോകുമ്പോഴാവട്ടെ വന്നിട്ടാവട്ടെ ദർസിന്റെ രംഗത്ത് ഇയാൾക്കൊരു പ്രത്യേക കേൾവിയും അതിന് പറ്റുമെന്ന ഒരു ബോധ്യവും എൽമിന്റെ ഹിതകാർക്കിടയിൽ ഒരു ഖ്യാതിയായി നിലനിൽക്കുന്നത് അവിടെ മുതൽ തുടങ്ങും. നല്ല കുട്ടികളെ തലക്ക് നോക്കി അറിയാമെന്നില്ല, ആ തലക്ക് തന്നെ നോക്കി അറിയാം ഓരൊക്കെ ഓരോരുത്തരുടെ ലക്ഷണം ആ നിലക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെയുള്ള ആ ഒരു നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയത് മതിവരുവോളം നൽകി. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീക്ഷണത്തിൽ മതിവരുവോളം നൽകി. അത് നൽകിയത് ശരിക്കും അദ്ദേഹം നിർവഹിച്ചു. ആ നിർവഹിച്ച അതേ പാഠവും അതേ ശീലവുമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഉണ്ടാകേണ്ടത്. അവർ പകർത്തേണ്ടത് ഉസ്താദിൽ നിന്നതാണ്. നമ്മൾ എന്താണോ അവരിൽ നിന്ന് നന്മ മനസ്സിലാക്കിയത് ആ നന്മയെങ്കിലും പകർത്താൻ ഒരാൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ആൾ മഹാദുർഭാഗ്യമാണ്. ഉസ്താദ് ഇങ്ങനെയായിരുന്നു എന്നൊരാൾ മനസ്സിലാക്കുക. ഓരോരുത്തരെ കിടക്കാനാ മനസ്സിലാക്കുക.
അങ്ങനെ നാം മനസ്സിലാക്കിയ ഓരോരുത്തരും മനസ്സിലാക്കിയ നന്മകൾ നന്മയായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല. നന്മ എന്നറിയുന്നത് വളരെ വ്യക്തമാണ്, തിന്മ എന്നറിയുന്നത് വളരെ വ്യക്തമാണ്. രണ്ടും കൂടി കൺഫ്യൂഷൻ ആകുന്നത് വളരെ കുറഞ്ഞ കാര്യങ്ങളുണ്ടാവും, ബാക്കിയൊക്കെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നന്മയായി നല്ലതായി നമ്മൾ എന്താണോ ഉസ്താദിൽ നിന്ന് മനസ്സിലാക്കിയത് ആ നന്മകൾ മുഴുവൻ പകർത്താൻ സാധിക്കുന്നവർ മുഴുവനും ഓരോന്നോരോന്ന് പകർത്താൻ സാധിക്കുന്നവർ ഓരോന്നോരോന്നുമായി എല്ലാം പകർത്തുക തന്നെയാണ് ഇത്തരം പരിപാടികളിൽ നിന്ന് നമ്മൾ നേടേണ്ട ഏറ്റവും വലിയ സന്ദേശം. നമ്മൾ ഉൾക്കൊള്ളേണ്ടതും ഇത് തന്നെയാണ്. നമ്മളെല്ലാവരെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞ കേട്ടില്ലേ, 18 അംബിയ മുർസലീങ്ങൾ പറയണം. പത്തിൽക്ക ഹുജ്ജത്തുന ആതൈന ഇബ്രാഹിമ എന്നും പറഞ്ഞു കണ്ടു തുടങ്ങുന്ന ആ ആയത്തിൽ 18 അംബിയ മുർസലുകളെ, തൻ്റെ മുൻഗാമികളെ അള്ളാഹുവിൻ്റെ റസൂലിനെ വിവരിച്ചു കൊടുത്തിട്ട് പറയുന്നത് ഉലൈക الذين هداهم الله فبهداه مقتدي. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് സംസാരിക്കുന്നു. ഉലൈക الذين هداهم الله, അല്ലാഹു തആല പ്രത്യേകം ഹിദായത്ത് നൽകിയിട്ടുള്ള കൂട്ടരാണ് ഈ പറഞ്ഞവരൊക്കെ. ഓരോരുത്തർക്കും ഓരോ വിധം ഹിദായത്താണ്. ഈ 18 അംബിയ മുർസലീങ്ങളുടെ സ്വഭാവങ്ങളും അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള പാഠങ്ങളും നോക്കിയാൽ അള്ളാഹുവിന്റെ ഹുദായുടെ ഓരോരുത്തർക്കും നൽകപ്പെട്ട സവിശേഷ ഹുദാകൾ വ്യത്യസ്തമാണ്. ഈ ഹുദാകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളവരാണ് ഈ 18 പേരും. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ എല്ലാം ഹുദയോട് തങ്ങൾ ഖുദുവത്ത് പിടിച്ച് തങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവ സ്വാംശീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നിർദ്ദേശിക്കുന്നു. 18 പേരെ പറഞ്ഞു കൊടുത്തിട്ട് ആ 18 പേരിൽ നിന്നും വ്യത്യസ്തമായ ഹുദാകൾ തങ്ങൾ സ്വാംശീകരിക്കണമെന്ന്. ഇതുകൊണ്ട് നബി തങ്ങൾ ചെറുതാവുകയല്ല. ഇത് നബി അവരുടെ കൂട്ടത്തിൽ അഫ്വലാണ് എന്ന് പറയുന്നതിനുള്ള തെളിവായി കൊണ്ടാണ് മഹാനായ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ, നമ്മുടെ എല്ലാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവർക്കൊക്കെ വിവരിക്കുന്നത്. അവർ അല്ലാഹു തആലയുടെ മുർസലീങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ്. അതിന് സംശയമൊന്നും ഉണ്ടായിട്ടില്ല. അത് ബോധ്യപ്പെടുത്തുകയാണ്, നമ്മുടെ തെളിവ് പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ്. ആ ബോധ്യപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാര്യം ഇതാ, ഫബിഹുദാഹു മുഖ്തദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ മുൻഗാമികളായ പ്രവാചകന്മാരെ എല്ലാം വിവരിച്ചു കൊടുത്തിട്ട് അല്ലാഹു തആല അവരുടെ ഹുദാ ഉൾക്കൊള്ളാൻ വേണ്ടി അല്ലാഹു നിർദ്ദേശിച്ചു. അപ്പൊ അവരെ ഹുദ നബി ഉൾക്കൊള്ളാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ അവര് മേൽ ഉന്നതന്മാരും നിബിതങ്ങൾ അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട താണവരുമാണെന്നല്ല. ഈ ആയത്തിന് ബഹുമാനപ്പെട്ട നിബിതങ്ങൾ വഴിപ്പെട്ടവരാകണമെങ്കിൽ അവരുടെ ഹുദ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാംശീകരിക്കണമല്ലോ. അങ്ങനെ സ്വാംശീകരിച്ചു. ഇത് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു കൽപ്പിക്കുമ്പോൾ നബിക്ക് ഇംതിസാൽ ചെയ്യാൻ വഴിപ്പെടാനാണ് ഇത് കൽപ്പിക്കുന്നത്. നബി അത് കൽപ്പെട്ടവരായിരിക്കും, തീർച്ച, സംശയമില്ലല്ലോ അതിൽ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് ഇത് മുഴുവൻ ഉൾക്കൊണ്ടാൽ ഇബ്രാഹിം നബി തന്റെ ജനതയിൽ നിർദ്ദേശിച്ചതും തന്റെ ജനതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പോന്നിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് അല്ലാഹു നൽകിയ ഹുദായും, നൂഹ് നബിക്ക് അല്ലാഹു നൽകിയ ഹുദായും, മൂസാ നബിക്ക് തന്റെ ജനതയിൽ അല്ലാഹു തആല പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഈ ഹുദ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഓരോരോ വിഷയം എത്തുമ്പോഴും ആ വിഷയത്തിലെ നേരെന്താണ്, സത്യം എന്താണ്, ഇതാണ് ഹുദ. ഇതെല്ലാവർക്കും ഒരുപോലെ വരുന്നതല്ല. മൂസാ നബിയുടെ ജനതക്കിടയിൽ മൂസാ നബിക്ക് വന്ന ഓരോരോ സന്ദർഭങ്ങൾ, ഓരോരോ പശ്ചാത്തലങ്ങൾ, ആ പശ്ചാത്തലങ്ങൾക്ക് വേണ്ട ഹുദ അവർക്ക് അല്ലാഹു നൽകി.
നൂഹ് നബി അലൈഹിസ്സലാമിന്റെ 1000-ഓളം വർഷക്കാലത്തെ അവരുടെ പ്രബോധന ജീവിതത്തിൽ അവർ സഹിക്കേണ്ടി വന്ന ത്യാഗങ്ങൾക്കിടയിൽ അവിടെ എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു നബി എന്ന നിലയ്ക്ക് ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയത് അത്രയും ഹുദയാണ്. ഇങ്ങനെ നൽകപ്പെട്ട വ്യത്യസ്ത അമ്പിയാക്കന്മാർക്ക് നൽകിയിട്ടുള്ള ഹുദാകളെല്ലാം സ്വാംശീകരിക്കാനും എല്ലാം നേടിയെടുക്കാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുന്നത്. അതെല്ലാം അവിടുന്ന് ഏൽക്കുകയും ചെയ്തു. ഇവിടെയാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു നിർദ്ദേശിച്ച ഈ നിർദ്ദേശം തന്നെയാണ് നമുക്കുമുള്ള സന്ദേശം. നമ്മൾ സ്നേഹിക്കുന്ന ആദരിക്കുന്ന മഹത്തുക്കളായ ആളുകളുടേത് ഓന്റെ നമുക്ക് പറഞ്ഞാൽ തീരുള്ളൂ. അല്ലാണ്ട് അമ്പിയാക്കന്മാരുടേതെന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടില്ല. നമുക്ക് ബോധ്യപ്പെടി നമ്മളെപ്പോലെ ജീവിച്ച് നമ്മൾക്കിടയിൽ ജീവിച്ച് നമ്മളെപ്പോലെ ദർശനത്തിൽ പോയ ആൾക്കാരുടെ കഥകൾ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം നമ്മുടെ പശ്ചാത്തലം അതാണ്, നമുക്ക് ബോധ്യപ്പെടുന്ന അതാണ്, നമ്മുടെ അനുഭവം അതാണ്. അനുഭവമുള്ളത് പറഞ്ഞാലല്ലേ ബോധ്യപ്പെടുള്ളൂ. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നമ്മുടെ മുസ്ലിംമാരെയും നമ്മുടെ ഉസ്താദന്മാരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയുമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ആ മാതൃകയാക്കൽ തന്നെയാണ് മുൻഗാമികളായ അമ്പിയാവിനെയും ഔലിയാവിനെയും മശായിഖുമാരെയും ഒക്കെ മാതൃകയാക്കി പിടിക്കൽ. അപ്പൊ നമ്മൾ നമ്മുടെ ഉസ്താദിൽ നിന്ന് കണ്ടത് എന്താണോ ആ കണ്ട ഹുദാകളിൽ ഓരോരുത്തർക്കും സ്വാംശീകരിക്കാൻ കഴിയുന്നത് അവർ ഓരോരുത്തരും എടുക്കുകയും ഓരോരുത്തർക്കും അള്ളാഹു നൽകുന്ന ഹുദായുടെ വെളിച്ചത്തിന്റെ കൂടെ ഉസ്താദിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഹുദായുടെ വെളിച്ചത്തിന്റെ ആ ശക്തിയും കൂടി പവറും കൂടി വർദ്ധിപ്പിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് അള്ളാഹു നൽകിയ ഹുദ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നും അനുസ്മരണ പ്രസംഗങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അത് നേടാനും ഉൾക്കൊള്ളാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഓരോ കാലത്തും ഇത്തരം മഹാന്മാരെ അള്ളാഹു തആല ഇത്തരം കടമകൾ നിർവഹിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ഉത്തരവാദിത്വ നിർവഹണം നടത്തുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് നൽകി ഈ സമൂഹത്തിന് വിടവുകൾ അള്ളാഹു തആല നികത്തുമാറാവട്ടെ. നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് നാശത്തിൻ്റെതായി മാത്രം വരുന്ന ഒരു കാലത്തിൽ നിന്നും അള്ളാഹു തആല നമ്മയൊക്കെ രക്ഷപ്പെടുത്തുകയും നന്മകൾ നിലനിൽക്കുന്ന ഒരു ജീവിത കാലത്ത് നമ്മൾ നിലനിർത്തി ആ നന്മകൾക്ക് വേണ്ട ആളുകളെ എപ്പോഴും നിലനിർത്തി അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരം മഹാത്മാക്കളുടെ പന്ഥാവിലൂടെ പാതയിലൂടെ ജീവിക്കാൻ ജീവിത മാതൃക ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കാൻ നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ചെയ്ത എല്ലാ സേവനങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം ദാനധർമ്മങ്ങളും നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഉപചാരങ്ങളുമായ ഇഹ്സാനുകളും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കും ആ ഉസ്താദുമാരുടെ ഉസ്താദുമാർക്കും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഹ്സാനുകളൊക്കെ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതൊക്കെ നമ്മുടെ ഇഹ്സാനായി അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.